ഇത് പാർവതി പുത്തനാർ. ഒരു കാലത്ത് കുടിവെള്ളത്തിനും ഗതാഗതത്തിനും ഉപയോഗിച്ചിരുന്ന പുത്തനാർ എന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ ശാപമായി മാറിയിരിക്കുന്നു. നഗരത്തിൻ്റെ മുഴുവൻ മാലിന്യവും പേറി മാറാരോഗങ്ങൾക്കെല്ലാം കാരണമായി ഒഴുക്ക് നിലച്ചു കിടക്കുന്നു. സംസ്ഥാനത്ത് ഈ വർഷം ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തലസ്ഥാന നഗരത്തിലായിരുന്നു. സംസ്ഥാനത്ത് ആകെ ഡെങ്കി ബാധിച്ചവരുടെ പകുതിയിലേറെ വരും ഇത്. ജില്ലയിൽ ഈ വർഷം ആകെ ഡെങ്കിപ്പനി ബാധിച്ച 3651 പേരിൽ 42% തലസ്ഥാന നഗരയിലുള്ളവർ. ജില്ലയിലെ മാലിന്യ നീക്കം നിലച്ചിട്ട് മാസങ്ങളായി. ഇതോടെ മാലിന്യവാഹിനിയായി 18 കിലോമീറ്ററോളം നീളത്തിൽ ഒഴുക്ക് നിലച്ചു കിടക്കുകയാണ് പാർവതി പുത്തനാർ. ഏതാണ്ട് 2.5 പതിറ്റാണ്ടുകൾ ആയി ഈ മാലിന്യ പ്രശ്നം ഇവിടെ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. അതിനു മുമ്പ് ഇവിടെ ജനങ്ങൾ കുളിക്കാനും അതുപോലെ തന്നെ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കെല്ലാം ഈ തോട്ടിലെ വെള്ളം ആശ്രയിച്ചിരുന്നു. പാർവതി പുത്തനാറിൻ്റെ ഇരുകരകളിലുമായി താമസിക്കുന്നത് നൂറുകണക്കിന് കുടുംബങ്ങൾ. കുടിവെള്ള പൈപ്പുകൾ കടന്നുപോകുന്നത് പുത്തനാറിൻ്റെ തീരത്തുകൂടി. പല സ്ഥലത്തും കുടിവെള്ള പൈപ്പ് തകർന്ന് പുത്തനാറിലെ മലിനജലം കൂടിക്കലർന്നാണ് വീടുകളിലെത്തുന്നത്. രോഗത്തിന്റെ രുചിയുള്ള കുടിവെള്ളമാണ് ഇവർ കുടിക്കുന്നത്. നമ്മൾ കുടിവെള്ളം എടുക്കുന്ന മെയിൻ പൈപ്പ് ഇതാണ്. കാരണം നമ്മൾ ഇവിടുന്ന് വേണം എടുത്ത് കുടിക്കാൻ വരെ എടുക്കാനുള്ള. പക്ഷേ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന വെള്ളം നമുക്ക് നേരിട്ട് കുടിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദുർഗന്ധം വമിക്കുന്ന ഈ അഴുക്കുകളും ചിലപ്പോഴാണെങ്കിൽ ഇതിൻ്റെ കൃമികളും ഈ പുഴുക്കൾ വരെ ഈ സൈഡിലൊക്കെ വന്നിങ്ങനെ ഈ വേസ്റ്റ് കൊണ്ട് ഇടുന്നതിൻ്റെ ഭാഗത്ത് കാണും. നമ്മൾ അത് കണ്ടിട്ട് ഛർദ്ദിക്കുന്ന പരുവത്തിലാണ് ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത്. മഴക്കാലമായാൽ മലിനമായ പുത്തനാർ കരകവിയും. പിന്നെ ഇവരുടെ കുടിലുകളിലേക്കാണ് മലിനജലം ഒഴുകിയെത്തുക. വെള്ളത്തിൽ കാലുകുത്തിയാൽ പൊള്ളലേറ്റതുപോലെയാകും ശരീരം. കുറച്ച് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പിത്തം മിക്കവർക്കും വരുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം ഈ കൊച്ചുങ്ങളെയും കൊണ്ട് അവർക്ക് ഒന്നും സംഭവിക്കരുത് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ മനസ്സ് നന്നായി പ്രാർത്ഥിക്കാറ് ഉണ്ട്. പുത്തനാർ ഇന്ന് ആശുപത്രികളുടെയും ഫ്ളാറ്റുകളുടെയും കക്കൂസ് ടാങ്കുകളായി മാറിയിരിക്കുന്നു. ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് പുത്തനാറിന്റെ തീരത്തെ കോളനി നിവാസികളാണ്. അറവു മാലിന്യങ്ങൾ ചാക്കുകളിൽ കെട്ടിയ നിലയിൽ ഒഴുകി നടക്കുന്നു. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആഫ്രിക്കൻ പായൽ. ഒച്ചുശല്യവും രൂക്ഷം. ഒഴുക്ക് നിലച്ച ജലം. പ്രധാനപ്പെട്ട VIP-കളുടെ മുഴുവൻ മാലിന്യങ്ങളും ഇന്ന് നഗരത്തിൽ നിന്നും ഒഴുക്കി വിടുന്ന അതിൻ്റെ ഒരു സ്റ്റോറേജ് കേന്ദ്രമാക്കി പാർവതി പുത്തനാറിനെ. ഇവിടെ ഓരോ അമ്മമാരും അവരുടെ കുട്ടികളെയും കൊണ്ട് മാസത്തിൽ 3-4 തവണ ആശുപത്രികളിൽ കയറിയിറങ്ങേണ്ടി വരുന്നു. പുത്തനാറിന്റെ തീരത്തെ കോളനികളിൽ മഞ്ഞപ്പിത്തം നിത്യസംഭവമാണ്. ഡെങ്കിപ്പനി ബാധിച്ചവരും കുറവല്ല. കുട്ടികളിൽ ത്വക്ക് രോഗങ്ങളും വ്യാപകം. മാസത്തിൽ 2 പ്രാവശ്യം കുഞ്ഞുങ്ങൾ ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നിത്യേന ഉള്ള വരുമാനം അവർ എന്നുവെച്ചാൽ ആശുപത്രിയിലോട്ട് മാറ്റി വയ്ക്കേണ്ട അവസ്ഥയാണ്. ഇല്ലാത്ത അസുഖം ഇല്ല ഇവിടെ നിന്ന്. നഗരാതിർത്തിയിൽ പെട്ടുപോയതിന്റെ ദുരിതവും പേറി ഇവിടെ ഒരു കൂട്ടം മനുഷ്യർ രോഗികളായി ജീവിതം കഴിച്ചുകൂട്ടുന്നു. നാറ്റം കൊണ്ട് സഹിച്ച് ഇവിടെ കിടക്കാൻ വയ്യ. ഓടയിൽ നിന്ന് വരുന്ന വെള്ളവും ആളുകൾ കൊണ്ടുവരുന്ന വേസ്റ്റ് സാധനങ്ങൾ ചാക്കി കെട്ടി അത് ആറ്റിത്തിളക്കം. എന്തൊരു ചത്തിരുന്നാലും അതിനെടുത്ത് ആറ്റിയിടക്കം. വളരെ വിഷമിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾ കുറേ ജനങ്ങൾ ഇവിടെ. എന്ത് ചെയ്യാൻ പോകാൻ വേറെ വഴിയില്ല. പാർവതി പുത്തനാർ നവീകരണത്തിന്റെ പേരിൽ കോടികൾ ചെലവഴിച്ചപ്പോൾ നടന്നത് കോടികളുടെ മണൽക്കൊള്ള മാത്രം. ടൂറിസം വികസനത്തിന്റെ പേരിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്കായും ചെലവഴിച്ചത് ലക്ഷങ്ങൾ. പുത്തനാർ സൗന്ദര്യവൽക്കരണം, പാർശ്വഭിത്തി നിർമ്മാണം തുടങ്ങിയവയിലൂടെ ഖജനാവിന് നഷ്ടമായത് കോടികളാണ്. ചെളിവാരലിന്റെ പേരിൽ നടന്നത് കോടികളുടെ മണൽ കൊള്ള. ബീച്ച് ടൂറിസത്തിനായി പ്രഖ്യാപിച്ച പദ്ധതികളും കടലാസിൽ തന്നെ. മുട്ടത്തറ സീവേജ് പ്ലാന്റിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളും കൂടിയാകുമ്പോൾ പുത്തനാറിന്റെ അവസ്ഥ അതീവ സങ്കീർണമാകും. പുത്തനാർ നിരന്തരം മലിനീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ചിരട്ട വീട്ടിൽ വെക്കലിൽ ഒരു ആറ്റെല്ലാം തുടക്കണം. അതിൽ കുറച്ച് വെള്ളം നിൽക്കരുത് എന്ന് സർക്കാർ അപ്പോഴപ്പോഴും ന്യൂസിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ 2 പൊതി 2 ചാക്ക് വേസ്റ്റ് അതിൽ കംപ്ലീറ്റ് പുഴുവാണ്. രാത്രിയായാൽ പുത്തനാറിന്റെ കരകളിൽ മാലിന്യവുമായി നിരവധി വാഹനങ്ങളെത്തും. സന്ധ്യാസമയമായാൽ വീടുകളെല്ലാം കൊതുകുകൾ കയ്യേറും. പിന്നെ നേരം പുലരാൻ കാത്തിരിക്കുകയാണ് ഈ കോളനികളിലെ ഓരോരുത്തരും.
പാർവതി പുത്തനാർ ശുദ്ധീകരിക്കപ്പെട്ടാൽ നഗരപരിധിയിലുണ്ടാകുന്ന രോഗങ്ങളുടെ പകുതിയിലധികം ഇല്ലാതാക്കാൻ കഴിയും. പാർവതി പുത്തനാർ ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു. നഗരപരിധിയിൽ ജീവിക്കുന്ന സാധാരണക്കാർ നഗരമാലിന്യങ്ങളുടെ ഇരകളാക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന പൊതുബോധം ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്.